നമുക്കിന്ന് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം നോക്കാം. നമ്മുടെ സിലബസിലെ കോപ്പറേഷൻ പാർട്ടിൽ മൊഡ്യൂൾ 13 കുറച്ച് സ്കീംസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. നമുക്ക് ഇന്ന് അത് നോക്കാം. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ആരംഭിച്ചത് 1 ഏപ്രിൽ 2008 കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് വെച്ചാൽ സൊസൈറ്റി ഏതെങ്കിലും ഒരു മെമ്പറിന് ലോൺ നൽകി കഴിഞ്ഞാൽ ആ മെമ്പർ മരണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാരകമായ ഏതെങ്കിലും ഒരു അസുഖം മൂലം ആ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ സൊസൈറ്റിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു സ്കീമാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ KCS ആക്ടിൻ്റെ സെക്ഷൻ 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത്. കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് വഴിയാണ് ഈ റിസ്ക് ഫണ്ട് സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെ കോർപ്പസ് ഫണ്ട് എന്നും വിളിക്കുന്നുണ്ട്. നമ്മുടെ KCS അമെൻമെൻറ്റ് ആക്ട് 2013 വന്നതിന് ശേഷം കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സൊസൈറ്റികൾ നിർബന്ധമായും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണമായിരുന്നു. അതായത് അമെൻമെൻറ്റ് ആക്ട് 2013 വന്നിട്ട് 3 മാസത്തിനുള്ളിൽ സൊസൈറ്റി നിർബന്ധമായും കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് എമൗണ്ട് അടച്ചിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി അത് ലംഘിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടക്കാതെ വരികയാണെങ്കിൽ ആ സൊസൈറ്റിക്ക് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ലോൺ ഇഷ്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കില്ലായിരുന്നു. ഇങ്ങനെ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സൊസൈറ്റിക്കെതിരെ രജിസ്ട്രാർ ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യും. ഈ ഓർഡർ പ്രകാരം ജനറൽ പബ്ലിക്കിനും മെമ്പേഴ്സിനും ഒന്നും ലോൺ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി ഈ പ്രൊഹിബിഷൻ ഓർഡർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ മേലെ 5000 രൂപ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതായിരിക്കും. 5000 രൂപ അവർ പെനാൽറ്റി അടയ്ക്കണം. ഒരു കാര്യം മറന്നുപോയി, ഈ റിസ്ക് ഫണ്ട് സ്കീം ഗോൾഡ് ലോണിനും ഫിക്സഡ് ഡിപ്പോസിറ്റ് ലോണിനും ബാധകമല്ല കേട്ടോ. ഗോൾഡ് ലോൺ വെച്ചാലും നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് വെച്ച് എടുക്കുന്ന ലോണിനും ഇത് ബാധകമല്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പുതിയ 2022 അമെൻമെൻറ്റ് പ്രകാരം 0.70% റേറ്റ്. മിനിമം 100 രൂപയും മാക്സിമം 2000 രൂപയുമാണ്. അതായത് നമ്മൾ മെമ്പർക്ക് ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ അമൗണ്ടിൻ്റെ 0.70% നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് മാറ്റും. അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് അടച്ചിരിക്കണം. ഇനി കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ലഭിക്കണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഡെത്ത് കേസിൽ നമുക്ക് നോക്കാം. ഡെത്ത് കേസിൽ അപ് ടു 3 ലാക്ക് വരെ കിട്ടും. അതായത് ഇപ്പോൾ ഒരു മെമ്പർ ലോൺ എടുത്തു, അദ്ദേഹം ലോൺ തിരിച്ചടയ്ക്കുന്ന കാലയളവിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ 50,000 രൂപ ആയിരിക്കും അടക്കാനുള്ളത്. ആ 50,000 രൂപ നമ്മുടെ ഫണ്ടിൽ നിന്ന്, റിസ്ക് ഫണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ലോൺ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യും. ചിലപ്പോൾ 1 ലക്ഷമാണ് കൊടുക്കാനുള്ളതെങ്കിൽ അങ്ങനെ പരമാവധി 3 ലക്ഷം വരെ ആണ് കൊടുക്കുന്നത്, അതായത് ഒരു ലോണിന്. പിന്നെ ആ മരണപ്പെട്ട വ്യക്തിക്ക് 70 വയസ്സിൽ കൂടാൻ പാടില്ല. 70 വയസ്സിൽ കൂടുന്ന ഒരാൾക്കാണെങ്കിൽ ആ ബെനിഫിറ്റ് കിട്ടത്തില്ല. പിന്നെ അദ്ദേഹത്തിന് സൊസൈറ്റിയിൽ ഒന്നിലധികം ലോൺ ഉണ്ടെങ്കിൽ, ഒരു ലോണിലാണ് നമുക്ക് 3 ലക്ഷം കിട്ടുന്നത്, ഒന്നിലധികം ലോൺ ഉണ്ടെങ്കിൽ മാക്സിമം 6 ലക്ഷം വരെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് 3 ലോൺ ഉണ്ടെങ്കിൽ 3x3 9 ലക്ഷം കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അദ്ദേഹത്തിന് മാക്സിമം 6 ലക്ഷം വരെ കിട്ടത്തുള്ളൂ. പിന്നെ അദ്ദേഹം ലോൺ എടുത്തു കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് 6 മാസത്തും അടക്കാതെ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടുകയില്ല. ഇനി നമുക്ക് ഡിസീസ്ഡ് പേഴ്സൺസിൻ്റെ ക്രൈറ്റീരിയ നോക്കാം. അദ്ദേഹം ലോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മാരകരോഗം വന്നതുകൊണ്ട് അടയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് 1,25,000 രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതായത് 1,25,000 രൂപ വരെ അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. 70 ഇയേഴ്സ് കൂടാനും പാടില്ല. അദ്ദേഹത്തിന് 70 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് ഒന്നിലധികം കൂടുതൽ തവണ അദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 5 ലക്ഷം വരെ ലഭിക്കത്തുള്ളൂ. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.